കൃഷ്ണകൃപാസാഗരം. ദുഷ്ടനായ കംസനെ ഒന്ന് പ്രകോപിപ്പിക്കാനായി ദേവർഷിയായ നാരദൻ കൃഷ്ണമന്ത്രവും ഉരുവിട്ടുകൊണ്ട് കംസ രാജധാനിയിലെത്തുന്നു. കംസനെ ആ നാമം വിളറി പിടിപ്പിക്കുന്നു. തുടർന്നുള്ള സംവാദത്തിൽ നാരദ മഹർഷിക്ക് നേരെ വാളൂരാൻ പോലും കംസൻ മടിക്കുന്നില്ല. ലങ്കയിലെ യുദ്ധത്തിൽ രാവണന് നേരിട്ട അനുഭവം ഓർമ്മിപ്പിച്ചുകൊണ്ട് നാരദൻ വിട പറയുന്നു. കൃഷ്ണനിഗ്രഹാർത്ഥം കംസൻ അയച്ച മഹാരൂപിയായ പ്രലംബാസുരൻ ബലരാമന്റെ കൈകളാൽ വധിക്കപ്പെടുന്നു. ആ വൃത്താന്തം പറഞ്ഞ് ഗോകുലവാസികൾ രാമകൃഷ്ണന്മാരെ പ്രകീർത്തിച്ചുകൊണ്ട് ആ മുഹൂർത്തം ആഘോഷധന്യമാക്കുന്നു. പ്രലംബാസുരന്റെ വധം കംസസേവകനായ സദാനന്ദനിൽ വലിയ മനംമാറ്റത്തിന് ഹേതുവായി ഭവിക്കുന്നു. വിഷ്ണു ഭക്തയായ ഭാര്യ ലീലാവതിക്ക് അത് സന്തോഷത്തിന്റെ നിമിഷമാണ്. ഇതേ സംഭവം മറ്റൊരു കംസസേവകനായ സുരേശനെ കൂടുതൽ ചൊടിപ്പിക്കുന്നു. ഗോകുലവാസികളോടുള്ള വൈരാഗ്യമാണ് അയാളിൽ ഇപ്പോഴും നീറിപ്പോയുന്നത്. ശത്രുനിഗ്രഹം കഴിഞ്ഞു വരുന്ന പ്രലംബന് നാം ഒരുക്കുന്നത് രാജകീയ വരവേൽപ്പ് തന്നെയായിരിക്കും. മധുരാപുരിയിലെങ്ങും ആഘോഷം, ആബാലവൃദ്ധൻ ജനങ്ങൾക്കും രാജകീയ ഭോജനം. മഹാറാണിക്കെന്താ കളി മടുത്തതുപോലെ? പ്രഭു, എനിക്ക് അങ്ങയോടൊരു അപേക്ഷയുണ്ട്. ഉണർത്തിച്ചാലും അങ്ങ് വീരപരാക്രമി എന്ന യശസ് നഷ്ടപ്പെടുത്തരുത്. പിതാവ് ജരാസന്ധന് അങ്ങനെ ഒരു പരാതിയുണ്ട്. ഹസ്തി, ധർമ്മപത്നി എന്ന നിലയിൽ നമ്മോട് ആവശ്യപ്പെടാം, നമ്മെ ഉപദേശിക്കാം. പക്ഷേ എന്തിനും നാം ഒരു അതിര് വെച്ചിട്ടുണ്ട്, അത് വിസ്മരിക്കരുത്. ഞാൻ അവിവേകം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് പൊറുത്താലും. നമ്മുടെ മനസ്സ് കലുഷമായ സ്ഥിതിക്ക് കളി ഇവിടെ നിർത്താം. നാരായണ 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 നാരായണ. നാരായണ നാരായണ നാരായണ. പ്രണാമം നാരദ മഹർഷി. നല്ലത് ഭവിക്കട്ടെ. വന്ദനം കംസരാജൻ. രാജാവും റാണിമാരും ഉല്ലസിച്ചിരിക്കുന്നതിനിടയിൽ നമ്മുടെ കടന്നുവരവ് ഒരു മുഷിച്ചിലായോ? എന്തേഷണിയുമായിട്ടാണാവോ അങ്ങയുടെ എഴുന്നള്ളിപ്പെന്ന് പറഞ്ഞാൽ കൊള്ളാം. നാരായണ നാരായണ. നമ്മെ കണ്ടാൽ അങ്ങ് രോഷാകുലനാകുമെന്ന് നമുക്കറിയാം. എങ്കിലും എത്തേണ്ട സമയത്ത് നമുക്ക് എത്തിയല്ലേ കഴിയൂ. എത്തേണ്ട സമയമോ? അതെ, മഹാരാജാവ് കാതോർത്തിരിക്കുന്ന വിഷയം. അത് ധരിപ്പിക്കാനാണ് നാം ഇപ്പോൾ വന്നിരിക്കുന്നത്. നാം കാതോർത്തിരിക്കുന്ന വിഷയമോ? അതെ, കൃഷ്ണനിഗ്രഹം കഴിഞ്ഞു വരുന്ന പ്രലംബാസുരനെ കുറിച്ച് തന്നെ. അപ്പോൾ അത് നടന്നു കഴിഞ്ഞു നാരദരെ? ഈ ഒരൊറ്റ സന്ദേശം നമ്മെ അറിയിച്ചതിന്റെ പേരിൽ അങ്ങയോടുള്ള സർവവിദ്വേഷവും നാം മാറ്റിവെച്ചിരിക്കുന്നു. മഹർഷേ, അങ്ങ് ഉപവിഷ്ടനായാലും. മഹാരാജൻ, അങ്ങ് ധൃതി കൂട്ടുന്നു. മുഴുവൻ പറയാൻ നമ്മെ അനുവദിച്ചാലോ? സന്തോഷകരമായ ഈ വാർത്ത എത്ര വേണമെങ്കിലും കേൾക്കാൻ നാം ഒരുക്കമാണ്. പറയൂ നാരദരെ. അധാർമികമായ കാത്തിരിപ്പുകളെല്ലാം വിഫലമെന്ന് കേട്ടിട്ടില്ലേ? പ്രലംബന്റെ കാര്യത്തിലും അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. എന്ത്? താങ്കൾ പറയുന്നത് സത്യമാണോ? വെറും സത്യം. നാരദരെ, അങ്ങയുടെ കയ്യിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം. കളിപ്പിക്കാൻ നമ്മെ കിട്ടില്ല. താങ്കൾ ഈ പറഞ്ഞത് വിശ്വസിക്കാൻ മറ്റാരെങ്കിലും നോക്കുന്നതാണ് ഉത്തമം. നാരായണ, അതിശയിക്കുന്നില്ല.
കൃഷ്ണനിഗ്രഹം എന്ന മന്ത്രമല്ലാതെ മറിച്ച് എന്ത് സംഭവിച്ചാലും അത് വിശ്വസിക്കാനുള്ള മനസ്സ് അങ്ങേക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങയെക്കുറിച്ചോർത്ത് പരിതപിക്കാനേ നമുക്ക് കഴിയൂ. കടന്നു പോകൂ നമ്മുടെ മുമ്പിൽ നിന്ന്. നമ്മുടെ ദൗത്യം തീർന്ന സ്ഥിതിക്ക് വിട തന്നാലും. നാരായണ നാരായണ. മഹാപ്രഭു, പറയൂ. പ്രലംബൻ കൊല്ലപ്പെട്ടു പ്രഭു. ഇല്ല, നാം അത് വിശ്വസിക്കില്ല. ഇത് സംഭാവ്യമല്ല. നുണ, പെരുന്നുണ. ഈ സന്ദേശം എത്തിച്ച നിന്നെ. പ്രഭു, എല്ലാത്തിനും സാക്ഷികളായി പ്രലംബന്റെ ജഡം നേരിട്ട് കണ്ട നമ്മുടെ ദൂതന്മാരുണ്ട്. എന്റെ ശിരച്ഛേദം കൊണ്ട് ഒരു സത്യം സത്യമല്ലാതാവുമെങ്കിൽ ഇതാ. തിലകേ, തിലകേ. ഇന്നെന്താ ഏറെ സന്തോഷവാനാണല്ലോ അങ്ങ്. അതെ, ഞാനിന്ന് വളരെ വളരെ സന്തുഷ്ടനാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും പുണ്യം നിറഞ്ഞ ദിവസം. അങ്ങ് എന്താണ് ഈ പറയുന്നത്? പുണ്യം നിറഞ്ഞ ദിവസമോ? ഒന്ന് തെളിച്ചു പറയൂ. എന്റെ മാത്രമല്ല, ഭവതിയുടെയും. ആ സദ്വാർത്ത കേട്ടാൽ ഒരുപക്ഷെ എന്നെക്കാൾ ഏറെ സന്തോഷിക്കാൻ പോകുന്നത് ഭവതിയായിരിക്കും. അങ്ങ് കാര്യം പറയൂ. എന്നെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്താതെ. ആ ദുഷ്ടന്റെ കഥയും കഴിഞ്ഞു. ഏത് ദുഷ്ടൻ? പ്രലംബാസുരന്റെ. ബലരാമന്റെ കൈകളാൽ അവൻ വധിക്കപ്പെട്ടു. സത്യമാണോ അങ്ങ് ഈ പറയുന്നത്? സത്യം, സത്യം മാത്രം. കംസ മഹാരാജാവിന്റെ അരമന ശോകമൂകമാണ്. മധുരാപുരിയിൽ ഒരു വശത്ത് സുമനസുകളുടെ അടക്കിപ്പിടിച്ച ആഹ്ലാദം, മറുവശത്ത് നൈരാശ്യം മൂത്ത ചിലരുടെ നിലക്കാത്ത അട്ടഹാസങ്ങളും. എല്ലാറ്റിനും സാക്ഷ്യം വഹിച്ചിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. കണ്ണൻ എന്തോ ദിവ്യശക്തി ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. കണ്ണനെയും രോഹിണിപുത്രനെയും ഒരു നോക്ക് കാണുവാൻ എന്റെ മനസ്സ് തുടിക്കുന്നു. അതെ, അതുതന്നെയാണ് എന്റെ മനസ്സിൽ. നമുക്ക് വൃന്ദാവനത്തിലേക്കൊന്ന് പോയാലോ? വൃന്ദാവനത്തിലേക്ക് നാം ഇപ്പോൾ പോകുന്നത് അത്ര ഉചിതമാവില്ല. എന്തുകൊണ്ട്? ഞാനും ഇപ്പോൾ കംസ മഹാരാജാവിന്റെ കണ്ണിൽ നോട്ടപ്പുള്ളിയാണ്. നമ്മുടെ നീക്കങ്ങൾ അറിയാൻ നാം അറിയാതെ ചാരന്മാരുണ്ടാവും. വാർത്ത എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന്റെ കാതിലെത്തിയാൽ പിന്നെ വരുന്നത് ഭയങ്കര വിനകളായിരിക്കും. അല്ലെങ്കിൽ തന്നെ ഒരാളെയും വിശ്വാസമില്ലാത്ത കൂട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ മനസ്സിപ്പോൾ. ഈശ്വര, ഇനിയെങ്കിലും ആ ദുഷ്ടന്റെ മനസ്സിൽ സൽബുദ്ധി ഉദിച്ചെങ്കിൽ. അങ്ങനെ സംഭവിക്കാൻ ന്യായം കാണുന്നില്ല. അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കുന്നവർക്കല്ലേ ആ പാഠം പറഞ്ഞിട്ടുള്ളൂ. ദുർമതം പിടിച്ചവരുടെ പര്യവസാനം എന്നും ദുരന്തത്തിലെ കലാശിച്ചിട്ടുള്ളൂ. അതുവരെ എന്തെന്ത് പേക്കൂത്തുകൾ നടക്കാനിരിക്കുന്നുവെന്ന് ഭഗവാന് മാത്രം അറിയാം. അപ്പോൾ കണ്ണന്റെ ജീവന് ഒരു സുരക്ഷയും ഇല്ലെന്നാണോ? വൃന്ദാവനത്തിൽ ഇനിയും അനിഷ്ടകരമായ ദിനങ്ങൾ തന്നെയാകുമോ? എല്ലാം ആ കാരുണ്യമൂർത്തിയുടെ നിശ്ചയം. ഇവിടെ ആരുമില്ലേ? കണ്ണാ, കണ്ണാ, കണ്ണാ. വരൂ വരൂ, നന്ദഗോപരുടെ വസതിയിലേക്ക് സ്വാഗതം. എന്തു വേണം? എനിക്ക് കണ്ണനെ ഒന്ന് കാണണം. ഇവിടെ ഉണ്ടോ? ഉണ്ട്. അങ്ങ് വധിക്കപ്പെട്ട പ്രലംബന് വേണ്ടപ്പെട്ട ആരോ അല്ലേ? അയ്യോ, ദയവ് ചെയ്ത് ആ നീചനെയും ഞങ്ങളും തമ്മിൽ ബന്ധപ്പെടുത്തരുത് കേട്ടോ. ഇപ്പൊ മനസ്സിലായില്ലേ ഊരും പേരും അറിയാത്തവരെ വീട്ടിൽ കയറി താമസിപ്പിച്ചാലുള്ള ഫലം എന്താണെന്ന്? അതുമാത്രമല്ല, അതിനേക്കാൾ വലിയ പാഠങ്ങളും പഠിച്ചു. ഏതിനും അകത്തേക്ക് വരിക, കണ്ണനെ കാണാം. വരിക. അരുത്,
എന്നേക്കാൾ പ്രായമുള്ള അങ്ങ് എനിക്ക് പാദനമസ്കാരം ചെയ്യരുത്. കണ്ണ, ക്ഷമിക്കണം. വിഷപ്പാമ്പിന് പാലൂട്ടിയ മഹാപാപിയായ എന്നോട് ക്ഷമിക്കണം. ഒന്നും അറിഞ്ഞോണ്ടായിരുന്നില്ല. ക്ഷമിക്കാനായിട്ട് ഒരപരാധവും അങ്ങ് എന്നോട് ചെയ്തില്ലല്ലോ. ആദ്യം വ്യസനമടക്കൂ, എന്നിട്ട് വന്ന കാര്യം തെളിഞ്ഞ മനസ്സോടെ പറയൂ. വിശന്നു പൊരിയുന്ന ഭാവത്തിൽ ആരോരും തുണയില്ലാത്ത അനാഥനെന്ന നാട്യത്തിൽ അവൻ ഞങ്ങളുടെ മുന്നിൽ വന്നപ്പോ ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. അനുകമ്പ തോന്നി, ഭക്ഷണവും കൊടുത്തു. മുത്തശ്ശ മുത്തശ്ശി എന്നുള്ള വിളി കൂടി കേട്ടപ്പോ ഞങ്ങളുടെ മനസ്സലിഞ്ഞു. ഒരു പൗത്രനെ പോലെ എല്ലാം അറിഞ്ഞ് ഞങ്ങൾ അവനെ സ്നേഹിച്ചു. ഇതാണ് ഞങ്ങൾ ചെയ്ത തെറ്റ്. കഥാവശേഷനായവനെ പറ്റി ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? സംഭവിക്കേണ്ടത് എപ്പോഴും സംഭവിക്കും. അങ്ങോ അങ്ങയുടെ സഹധർമ്മിണിയോ ഇതിൽ തെറ്റുകാരല്ല. പിന്നെ എന്തിനു മനം പൊട്ടി കരയണം? അതിലും വലിയ അപരാധം ഞങ്ങൾ ചെയ്തു പോയല്ലോ എന്ന മനസ്താപമാണ് കണ്ണ. പുത്രശോകം മൂലം വാടിപ്പോയ ഞങ്ങൾക്ക് വയസ്സുകാലത്തെ ഏക ആശ്രയം ഞങ്ങൾ എന്നും അലങ്കരിച്ച് ആരാധിച്ചിരുന്ന ആ വിഗ്രഹം കൃഷ്ണനെ ഓർക്കാനായിരുന്നു. ഞങ്ങൾ ഉണ്ണുമ്പോൾ ഒപ്പം ഊട്ടി, ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഒപ്പം ഉറക്കി, ഞങ്ങൾ അവനെ മകനെ പോലെ സ്നേഹിച്ചു. ആ വിഗ്രഹം മായാരൂപത്തിൽ വന്ന അവന് ചതുർത്ഥിയായിരുന്നു. ഒരു ദിവസം അവനതെടുത്ത് വലിച്ചെറിയാൻ പോലും തുനിഞ്ഞു. പക്ഷേ എൻ്റെ സഹധർമ്മിണി തടഞ്ഞു. ജീവിച്ചിരിക്കുന്നവരെ വിഗ്രഹങ്ങളാക്കരുതെന്നാണ് അവനതിന് പറഞ്ഞ ന്യായം. അത് വിശ്വസിച്ച എൻ്റെ ഭാര്യ ആ വിഗ്രഹം ഉപേക്ഷിക്കുക പോലും ചെയ്തു. ആ പാവത്തിന്റെ ചുമട് ഒരിക്കലും ഞങ്ങളെ വിട്ടൊഴിയില്ല കണ്ണ. അങ്ങ് കരയരുത്. വിഗ്രഹത്തെ കൃഷ്ണനായി സങ്കല്പിച്ച അങ്ങ് ഒരിക്കലും സങ്കടപ്പെടാൻ പാടില്ല. മകനായി ഞാൻ ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. എനിക്കും ഇന്നു മുതൽ നിങ്ങൾ മാതാപിതാക്കളാണ്. വരൂ, എനിക്ക് അമ്മയെ കാണണം. അമ്മയോ? ഏതമ്മ? കൃഷ്ണനെ മകനായി സങ്കല്പിക്കുന്ന ആർക്കും ഞാൻ മകനാണ്. സുരേഷ, ഒന്ന് നിൽക്കൂ. മഹാരാജാവിന് എങ്ങനെ? സൗഖ്യം തന്നെയല്ലേ? എന്തൊരു ക്ഷേമാന്വേഷണം! ക്ഷേമാന്വേഷണം നടത്തുന്ന വിശ്വസ്തനെ അദ്ദേഹം തേടിക്കൊണ്ടിരിക്കുക. എന്തിനാണാവോ? വിശ്വസ്തതയ്ക്ക് ഉപഹാരവും കീർത്തിമുദ്രയും നൽകാൻ. വേണമെങ്കിൽ എന്നോടൊപ്പം വരാം, അത് കൈയോടെ വാങ്ങിക്കാം. അല്ലെങ്കിലും അങ്ങയുടെ രാജാവിന് നല്ലവരൊരിക്കലും പിടിക്കില്ലല്ലോ. ഞാനത് മനസ്സിലാക്കാൻ അല്പം വൈകിപ്പോയെന്ന് മാത്രം. വിഷപ്പാമ്പുകളെയും അദ്ദേഹത്തിന് പിടിക്കില്ല. അതെ, വിഷപ്പാമ്പുകളിൽ ഒന്നിന് ഇപ്പൊ വെറും നീർക്കോലിയുടെ ഗതിയാണെന്ന് ശ്രുതികളുണ്ട്. വിഷപ്പാമ്പിന്റെ കഥ കഴിക്കാനും രാജകൽപ്പനയുണ്ട്. അതപ്പോ കാണാം. വിശുദ്ധ ഗോകുൽ നടക്കുന്ന വീഥികളിൽ ചിലപ്പോ പന്നികളെയും കണ്ടെന്നു വരാം. പക്ഷേ ഇനിയത് നടക്കില്ല. താനെന്താ എന്നെ വിളിച്ചത്? പന്നിയെന്നോ? അടിച്ചു തന്നെ. അരമനച്ചോറിന്റെ ഹുങ്ക് ഇവിടെ കാണിക്കണ്ട. അതിന് വേറെ സ്ഥലം നോക്കണം. എന്നെ തടയാൻ നീ ആരാ? നീ പിറന്ന ഇതേ മണ്ണിൽ ജനിച്ച ഒരു പാവം ഗോപൻ. വിട്ടേക്കൂ, ഇയാൾ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ വയ്ക്കോ. ഇതിനൊക്കെ ഞാൻ വൈകിയാണെങ്കിലും തന്റെ കണ്ണ് തുറക്കുന്ന ഞാൻ കരുതിയത്. തനിക്ക് ലജ്ജയില്ലേ സുരേഷ? അധ്വാനിക്കാൻ മണ്ണും ഗോക്കളുള്ളപ്പോ അതിന് തുനിയാതെ മഹാഭാവിയായ കൊലയാളി വെച്ച് നീട്ടുന്ന നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി സ്വന്തം വർഗത്തിന് തന്നെ ഒറ്റിക്കൊടുക്കാൻ. വേണ്ട, എനിക്ക് ഈ പഴമ്പാട്ട് കേൾക്കണ്ട. നിന്റെ തേരും കോശമൊന്നും ഏറെക്കാലം നിലനിൽക്കില്ലെന്ന് നീ മനസ്സിലാക്കണം. കളിക്കുന്നത് ആരോടാണെന്ന് നന്നായിട്ട് ഓർക്കണം. ഈ അധിക്ഷേപം ഞാൻ മഹാരാജാവിന് മുമ്പിൽ എത്തിച്ചാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. ആര് പറഞ്ഞു എത്തിക്കേണ്ടെന്ന്? അതിനി വൈകില്ല. നിനക്ക്
ഞാൻ വീണ്ടും അപേക്ഷിക്കുക. ചെയ്തു പോയ തെറ്റുകൾ ഇനി തിരുത്താനാവില്ല. പക്ഷേ പുതിയ തെറ്റുകളെങ്കിലും ആവർത്തിക്കാതിരുന്നൂടെ? ആര് ചെയ്ത പാപമോ എന്തോ, ഈ വൃന്ദാവനത്തില് 2 ദ്രോഹികളുണ്ടായിരുന്നു. അതിലൊരാൾ മാറിക്കഴിഞ്ഞു. തനിക്കും അതിന് സാധിക്കും. ഉപദേശം. ഈ ഉപദേശത്തിന് ചേർത്ത് വേണ്ട പ്രതിഫലം നിനക്ക് വൈകാതെ വന്ന് വാങ്ങിക്കാം. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാലേ പഠിക്കൂ. ഹരേ കൃഷ്ണ. കൃഷ്ണനെ മകനായി സങ്കല്പിക്കുന്ന ആർക്കും ഞാൻ മകനാണ് എന്ന് കണ്ണന്റെ വചനം. ഭഗവാനെ ആര് ഏത് രൂപത്തിൽ ധ്യാനിക്കുന്നുവോ അഥവാ കരുതുന്നുവോ അതേ രൂപത്തിൽ തന്നെ ഭഗവാൻ അവർക്ക് പ്രത്യക്ഷീഭൂതനാവുന്നു, തന്റെ കാരുണ്യഹസ്തം നീട്ടുന്നു. ദുഷ്ടജനങ്ങൾക്ക് നിഗ്രഹിയായും ശിഷ്ടജനങ്ങൾക്ക് രക്ഷകനായും അദ്ദേഹം എന്നും ഭവിക്കുന്നു. അതുകൊണ്ടാണ് ഭഗവാനെ സർവേ ജനാസ്ത്രം പരിപൂർണ ദൈവം എന്ന് വിശേഷിപ്പിക്കുന്നത്. അതെ, സർവ്വജനങ്ങൾക്കും അവരുടെ സങ്കല്പത്തിനൊത്ത് ദർശനമരുളുന്ന പരിപൂർണ ദേവൻ.